നമസ്തേ. ഇവിടുത്തെ ക്രിയാപദ്ധതിയിൽ പിതൃയാന മാർഗ്ഗമാണ് നമ്മളുടെ ഈ 2-3 ദിവസങ്ങളിൽ തുടങ്ങുന്നത്. നമ്മൾ 16, 17, 18 പിതൃയാന മാർഗ്ഗം നമ്മൾ ഇന്ന് തുടങ്ങി. അതിൽ 3-ാം ദിവസത്തെ, അതായത് 18-ാം തീയതി രാവിലെയുള്ള ക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്മശാനക്രിയ എന്ന് പറയുന്ന ഇതാണ്. ആദ്യ ദിവസം നമ്മൾ ഇന്ന് വീരസാധനക്രിയ ചെയ്തു. രണ്ടാമത്തെ നാളെ വൈദിക പ്രയോഗമാണ്. 3-ാമത്തെ ദിവസമാണ് ശ്മശാനക്രിയ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് രമേശേട്ടനാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല രമേശേട്ടൻ്റെ. ആരാണ് കേരളത്തിലാണ്, അപ്പോൾ ഇനി അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ല രമേശേട്ടൻ പറയും. രമേശേട്ടൻ നമസ്കാരം. നമ്മൾ ഭാരതത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾക്ക് സംസ്കാരക്രിയകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും ഇവിടെ നടക്കാൻ പോകുന്ന വലിയ ഒരു ചടങ്ങ്, അതായത് കുംഭമേള എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് അതത്ര സുപരിചിതമല്ല. വളരെ അപൂർവം പേരാണ് ഈ കുംഭമേളയെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഇവിടെ ഈ തിരുനാവായയുടെ ഒരു ഇമ്പോർട്ടൻസ് ലോകം മുഴുവൻ എത്തുക ഈ കുംഭമേളയിലൂടെ ആയിരിക്കും. കാരണം കേരളത്തിൽ കുംഭമേള നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കുംഭമേള കാണുന്നതിന് വളരെ കുറവായിരുന്നു. നമ്മളുടെ മഹാമണ്ഡലേശ്വർ ആചാര്യനായി വരികയും ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരാവുകയും ചെയ്ത് ആ തുടക്കം മുതൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വർഷം കുംഭമേളയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ തിരുനാവായിൽ നടക്കുന്ന ഈ വലിയ പ്രോഗ്രാം അത് എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ അതിയായ ആഗ്രഹത്തോടു കൂടി കാണാൻ വരണമെന്നുള്ള ഒരു വലിയ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ എവിടെയാണോ ഒരു ദൈവികമായ ചടങ്ങ് നടത്തുന്നത്, ആ ചടങ്ങിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാമിജി കൃഷ്ണകുമാർജി പറഞ്ഞ 3 ദിവസത്തെ ഈ ചടങ്ങുകൾ. അതിന് ആദ്യം ചെയ്യേണ്ട ചടങ്ങുകളെക്കുറിച്ചും രണ്ടാമത് ചെയ്യേണ്ട ചടങ്ങുകളെക്കുറിച്ചും പറഞ്ഞു. മൂന്നാമത് നമ്മുടെ ഈ മണ്ണിൽ ജീവിച്ചിരുന്ന മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു, നമ്മൾ പറയുന്ന സ്മരണാഞ്ജലി സ്മരണ എന്ന് പറയുന്ന, നമ്മൾക്കിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് പൂർവ്വസൂരികളോടുള്ള സ്മരണ ആദ്യം നമ്മൾ ആ മണ്ണിൽ ഒരു ചടങ്ങ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്മരണ രേഖപ്പെടുത്തുന്നതിൻ്റെ ലളിതമായ ഒരു ചടങ്ങാണ് എന്നെ സ്വാമിജി ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ശ്മശാനക്രിയയിൽ നിന്ന് തുടങ്ങി ശ്മശാനത്തിലെ ചടങ്ങുകളോടുകൂടി പിന്നെ പിണ്ടക്രിയകൾ, ശ്രാദ്ധം, അങ്ങനെ അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ളൊരു പിതൃക്രിയകളാണ് ഇവിടെ നടത്തുന്നത്. അത് ശ്മശാനക്രിയയിൽ നിന്ന് തുടങ്ങിയിട്ട് പ്രേതങ്ങളും പിതൃക്കളുമായിട്ടുള്ള ആളുകൾക്ക് മോക്ഷം വരുത്തി കൊടുക്കേണ്ട, അവർക്ക് ഗതി വരുത്തി കൊടുക്കേണ്ട, അവർക്ക് സായുജ്യം കൊടുക്കേണ്ട ചടങ്ങുകൾ. അത് ഏത് വിധത്തിലാണെങ്കിലും, വൈഷ്ണവമാണെങ്കിലും ശൈവമാണെങ്കിലും ശാക്തേയമാണെങ്കിലും നാഥനുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അവർക്ക് ഈ മണ്ണിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് നമ്മൾ വളരെ ലളിതമായി ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എല്ലാവരും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.